ബുക്ക് എത്ര രൂപയാ? ഇതിന് 150 രൂപ. അതൊന്നും പോരായിരുന്നു. എന്നെ അറിയാമെങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. ഇപ്പൊ അറിയാലേ. അങ്ങനല്ലടാ, എന്റെ പേരെങ്കിലും അറിയാവോ? കേരളത്തിൽ ആദ്യമായിട്ട് ബുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ചലഞ്ചുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തു, നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ കരുനാഗപ്പള്ളി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം മലയാളത്തില് ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണെന്നറിയോ? അറിയാവോ? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ആലോചിക്ക്. ബഷീറിന്റെ അല്ല. അല്ലല്ല, കുഴപ്പമില്ല. ഉത്തരം അറിയത്തില്ലെങ്കിലും ഞാൻ ഒരു ചാൻസ് കൊടുത്തു തരാം. അതായത് എന്റെ ഇൻസ്റ്റാഗ്രാമ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നെ അറിയാമെങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. ഇപ്പൊ അറിയാലേ. അങ്ങനല്ലടാ, എന്റെ പേരെങ്കിലും അറിയാവോ? അറിയത്തില്ല. അറിയത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അടുത്തോടെ കാണാം. ശരി. ക്യാഷ് ചലഞ്ച് ആയി പൊളിച്ചത്. ബുക്കിന്റെ ചലഞ്ച് ചെയ്യാണ്ട് ആർക്കും ഒരു ഇതില്ലത് അല്ലേ? അതാ ഞാനും പറയാം, ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് എന്താ ബുക്കിന്റെ വായനാശീലം വളരെ കുറവാണ്. എല്ലാരും വിചാരിക്കുന്ന കാശും കൊണ്ട് വരട്ടെ, നമുക്ക് അത് എണ്ണാണ്. അക്കൗണ്ട് റീച്ച് ആവും. ശരി, ഇപ്പോഴത്തെ ഒരു സംഭവം അല്ലേ, കാശും കൊണ്ട് വരിക, റീച്ച് ഉണ്ടാക്കുക. 10ന്റെ 20ന്റെ പിന്നെ 100ന്റെ 200ന്റെ 500ന്റെ. അല്ല, ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആൾക്കാർക്ക് വായനാശീലം കൂട്ടുക. അതാണ് എന്റെ മെയിൻ പ്രയോറിറ്റി. ആൾക്കാർക്ക് വായനാശീലം കൂട്ടുക. നമ്മൾ ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക, തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് വായിക്കട്ടെ. ബുക്ക് എത്ര രൂപയാ? ഇതിന് 150 രൂപ. അതൊന്നും പോരായിരുന്നു.